കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് വിസ്മയം സംഭവിക്കാൻ പോകുന്നു എന്നാണ്. എന്താണ് വിസ്മയം എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാതെ പറഞ്ഞ കാര്യവുമുണ്ട്. LDF-ൽ നിന്ന് പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ UDF-ലേക്ക് വരും. ഇതാണ് വിസ്മയം എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. അപ്പോൾ CPI മുന്നണി വിടുന്നു, CPI-യും CPM-ഉമായി ചില ആശയ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങൾ എഴുതി തുടങ്ങി. CPI നിലപാട് പറഞ്ഞു, ഇതൊന്നും കൊണ്ടും ഇങ്ങോട്ട് വരണ്ട, ഇത് CPI ആണ് എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്തു. ബിനോയ് വിശ്വൻ തന്നെ അക്കാര്യം പറഞ്ഞു. അത് അവസാനിച്ചു. അതിനുശേഷമാണ് വലിയ വിസ്മയ വാർത്തകൾ നാം കേട്ടത്. അത് മറ്റൊന്നുമല്ല, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇതാ മുന്നണി വിടുന്നു, LDF ഇടുന്നു, UDF-ലേക്ക് വരാൻ തയ്യാറായി നിൽക്കുന്നു. സോണിയാഗാന്ധി തന്നെ ജോസ് കെ മാണിയുമായി സംസാരിച്ചു കഴിഞ്ഞു. വിസ്മയം പ്രഖ്യാപിക്കും വി ഡി സതീശന്റെ ജാഥ പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ. ഇതായിരുന്നു മാധ്യമങ്ങളിൽ വന്ന വാർത്ത. അവസാനം കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി തന്നെ നിലപാട് പറഞ്ഞു. അതുമാത്രമല്ല, LDF-ന്റെ മധ്യമേഖലാ ജാഥ നയിക്കുന്നത് ജോസ് കെ മാണിയാണ്. ജോസ് കെ മാണി നയിക്കുമോ എന്ന സംശയമൊക്കെ ഉന്നയിച്ച് വാർത്തകൾ എഴുതിക്കൊണ്ടിരുന്നു നമ്മുടെ മാധ്യമങ്ങൾ. അവസാനം ജോസ് കെ മാണി തന്നെ മാധ്യമങ്ങളോട് വന്നിട്ട് പറഞ്ഞു, വെറുതെ നിങ്ങൾ ഇങ്ങനെ മെനക്കെടേണ്ട യാതൊരു കാര്യവുമില്ല, കോൺഗ്രസ് നേതാക്കളെ നിങ്ങളും മെനക്കെടേണ്ട കാര്യമില്ല, UDF-ൽ നിന്ന് ഞങ്ങളെ ചവിട്ടി പുറത്താക്കിയതാണ്, ഇനി അങ്ങോട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയുകയും ജാഥ ഞങ്ങൾ നയിക്കും എന്ന് കൃത്യം പറഞ്ഞു വെക്കുകയും ചെയ്തു. അതോടുകൂടി ആ വിസ്മയത്തിൻ്റെ കാറ്റും പോയി. പിന്നീടാണ് കേൾക്കുന്നത് മറ്റൊരു വിസ്മയം എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്ന വി എന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു കാര്യം. ആരാണ്? വി എസ് അച്യുതാനന്ദൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റായ A സുരേഷ് മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയാകുന്നു, UDF-ന്റെ സ്ഥാനാർത്ഥിയാകുന്നു. ശരിയാണ്, A സുരേഷ് കോൺഗ്രസുമായി സഹകരിക്കാൻ തീരുമാനിച്ചു. മലമ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത എന്ന വാർത്തകൾ വന്നു. വി ഡി സതീശൻ നയിക്കുന്ന ജാഥയിൽ പങ്കെടുക്കുമെന്ന് പരസ്യമായി പറയുകയും ചെയ്തു. പങ്കെടുക്കട്ടെ, നല്ല കാര്യം. സുരേഷ് മത്സരിക്കാൻ പോകുന്നത് എവിടെയാണ്? അതാണ് കോൺഗ്രസ് ഒരുക്കിയ വലിയ ചതിക്കുഴി എന്ന് പറയാൻ കാരണം. മലമ്പുഴ മണ്ഡലത്തിലാണ്. മലമ്പുഴ മണ്ഡലത്തിൽ VS-ന്റെ മണ്ഡലമാണ്. കോൺഗ്രസ് അവിടെ നിന്നാൽ ജയിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. ജയിക്കില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസ് 3-ാം സ്ഥാനത്താണ്. 2021 തെരഞ്ഞെടുപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, A പ്രഭാകരൻ CPIM 1-ാം സ്ഥാനത്ത് 75,934 വോട്ട്. തൊട്ടടുത്ത സ്ഥാനാർത്ഥി 2-ാം സ്ഥാനത്ത് C കൃഷ്ണകുമാറാണ്, BJP നേതാവാണ്, BJP സ്ഥാനാർത്ഥിയാണ്, വോട്ട് 50,200. 3-ാം സ്ഥാനത്താണ് കോൺഗ്രസ് SK അനന്തകൃഷ്ണൻ 35,444 വോട്ട് നേടി. ഇനി 2021 മാത്രമാണോ? 2016-ലും BJP 2-ാം സ്ഥാനത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ VS ജോയി 3-ാം സ്ഥാനത്തുമാണ്. VS ജോയിക്ക് ലഭിച്ചത് 35,333 വോട്ട്. വലിയ നേട്ടമൊന്നും 2021-ലും മലമ്പുഴ മണ്ഡലത്തിൽ UDF-ന് കോൺഗ്രസിന് നേടാൻ കഴിഞ്ഞില്ല എന്ന് ഈ കണക്ക് പറയും. ആ 3-ാം സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാൻ കോൺഗ്രസിന് അവിടെ മത്സരിക്കാൻ ആരുമില്ല, സ്ഥാനാർത്ഥിയാകാൻ ആർക്കും താല്പര്യമില്ല. അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് കൊണ്ടുപോയി നിർത്തുന്നത്. ആരെ? A സുരേഷിനെ. എന്ന് വെച്ചാൽ കുളിപ്പിച്ച് ഇല്ലാതാക്കുക എന്ന് പറയാറില്ലേ, അതുപോലെയാണ് ഇപ്പോൾ A സുരേഷിൻ്റെ അവസ്ഥ. ഇത് നമുക്ക് മറ്റൊരു വിസ്മയം എന്ന് പറയാൻ കഴിയില്ല, വി എന്ന വാക്ക് മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. അത് പ്രേംകുമാറാണ്, നടൻ പ്രേംകുമാർ. CPIM സഹയാത്രികനായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹവും മത്സരിക്കാൻ പോകുന്നു. ഏതാണ് മണ്ഡലം? കഴക്കൂട്ടം മണ്ഡലത്തിൻ്റെ പ്രത്യേകത എന്താണ്? അവിടെയും UDF 3-ാം സ്ഥാനത്താണ്, കോൺഗ്രസ് 3-ാം സ്ഥാനത്താണ്. 2021 വോട്ട് നോക്കൂ. കടകംപള്ളി സുരേന്ദ്രൻ 63,690, ശോഭ സുരേന്ദ്രൻ 40,193, SS ലാൽ 33,995 വോട്ട്. SS ലാലായിരുന്നു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി, UDF-ന്റെ സ്ഥാനാർത്ഥി 3-ാം സ്ഥാനത്ത്. 23,497 വോട്ടിന് കടകംപള്ളി സുരേന്ദ്രൻ ജയിക്കുകയും ചെയ്തു. അവിടെയും 3-ാം സ്ഥാനത്താണ്. ഇനി 2021 വിട്ട് 2016 പോയാലോ? അപ്പോഴും കോൺഗ്രസ് 3-ാം സ്ഥാനത്താണ്. 1-ാം സ്ഥാനത്ത് കടകംപള്ളി സുരേന്ദ്രൻ, 2-ാം സ്ഥാനത്ത് വി മുരളീധരൻ,
42,732 വോട്ട് നേടി. 2016 വി മുരളീധരൻ മണ്ഡലത്തിൽ 2ാം സ്ഥാനത്തെത്തി, BJP 2ാം സ്ഥാനത്തെത്തി. 3ാം സ്ഥാനത്ത് MA വാഹിദ്. കോൺഗ്രസ് അദ്ദേഹത്തിന് കിട്ടിയത് 38,602 വോട്ട്. ആ മണ്ഡലം ആർക്കും വേണ്ട. 3ാം സ്ഥാനത്ത് പോകാൻ ആർക്കും താല്പര്യമില്ല. മത്സരിക്കാൻ കോൺഗ്രസുകാർ തയ്യാറല്ലാത്ത കഴക്കൂടം മണ്ഡലത്തിലേക്കാണ് പ്രേംകുമാറിനെ കൊണ്ടുപോയി മത്സരിപ്പിക്കുന്നത്. സുരേഷിനെ എങ്ങനെയാണോ കുഴിയിലിറക്കിയത് അതുപോലെ തന്നെ പ്രേംകുമാറിനെയും UDF കുഴിയിലിറക്കി മഹാവിസ്മയമാണ് നടക്കാൻ പോകുന്നത് എന്ന പ്രചാരണം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. രണ്ടുപേരെ കുളിപ്പിച്ച് കുഞ്ഞിയെ തന്നെ ഇല്ലാതാക്കി എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് കൊണ്ടെത്തിക്കാൻ പോകുന്നത്. 3ാം സ്ഥാനത്ത് നിന്ന് 1ാം സ്ഥാനത്തേക്ക് സുരേഷിന് വരാൻ കഴിയുമോ? മലമ്പുഴ മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം അവിടെ CPM അല്ലാതെ മറ്റൊരാളും ജയിച്ചിട്ടില്ല. EK നായനാറും VS അച്യുതാനന്ദനും T ശിവദാസമേനോനും പോലെയുള്ള മുതിർന്ന CPM നേതാക്കൾ മത്സരിച്ച് ജയിച്ച മണ്ഡലമാണ്. അവിടത്തേക്കാണ് പോകുന്നത് സുരേഷ് തോറ്റ് തൊപ്പിയിടാൻ, 3ാം സ്ഥാനത്ത് നിൽക്കാൻ. എന്തൊരു കഷ്ടമാണ് എന്നാലോചിക്കണം. അതുപോലെ തന്നെയാണ് പ്രേംകുമാറിൻ്റെ അവസ്ഥയും. കോൺഗ്രസിന് സ്ഥാനാർത്ഥികളെ മത്സരിക്കാൻ കിട്ടുന്നില്ല. അതുകൊണ്ട് അവിടെ ഇങ്ങനെ ആരെങ്കിലും മത്സരിപ്പിച്ച് തോറ്റോട്ടെ എന്ന് പറഞ്ഞ് അവർ ഇന്നലെ വരെ കൊണ്ടു നടന്ന രാഷ്ട്രീയത്തെ ഇല്ലാതാക്കുന്നു, ആ വ്യക്തികളെയും ഇല്ലാതാക്കുന്നു കോൺഗ്രസ്.